കാണാൻ സാധിക്കും. പൊന്നാനിത്തെ പാരമ്പര്യത്തിലേക്ക് വരിക. ആദ്യം അവിടുന്ന് തുടങ്ങാം. നമ്മൾ പൊന്നാനി പാരമ്പര്യമാണ്. പൊന്നാനിയിലെ മഖദൂമാരാണ് കേരള ജനതയെ വഴി നടത്തിയത്. അവർ ഏതിനാണ് പ്രാമുഖ്യം നൽകിയത് എന്ന് പഠിപ്പിച്ചു തന്നിട്ടുണ്ട് എന്നല്ല പറഞ്ഞത്. പൊന്നാനിക്കാരുടെ പാരമ്പര്യം എന്താ? സൈനുദ്ദീൻ മഖ്ദൂം ഒന്നാമൻ റഹ്മത്തുള്ളാഹി അലൈഹി മഹാനവറുകളുടെ ചരിത്രം. ശരീഅത്തിന്റെ നിയമം കപ്പലിൽ യാത്ര ചെയ്ത് ത്വരീഖത്തിന്റെ സമുദ്രത്തിൽ മുങ്ങി ഹഖീഖത്തിന്റെ മുത്തുമണികൾ മഖ്ദൂം തപ്പിയെടുത്തു. ത്വരീഖത്ത് ശരീഅത്ത് പഠിച്ച് ത്വരീഖത്ത് സ്വീകരിച്ച് ഹഖീഖത്തിന്റെ മാണിക്യം മുത്തും മൂപ്പര് തപ്പിയെടുത്തു. തസവുഫിൽ അധിഷ്ഠിതമായിരുന്നു മഖ്ദൂമിന്റെ ജീവിതം. എങ്ങനെ? ഫിഖ്ഹിൽ അധിഷ്ഠിതമായിരുന്നു മഖ്ദൂമിന്റെ ജീവിതം എന്നല്ല, തസവുഫിൽ അധിഷ്ഠിതമായിരുന്നു മഖ്ദൂമിന്റെ ജീവിതം. പൊന്നാനി പാരമ്പര്യം ഒന്ന്. ഷെയ്ഖ് ഖുത്ബുദ്ദീനിൽ നിന്നാണ് അദ്ദേഹം ആത്മീയ രഹസ്യങ്ങൾ അഭ്യസിച്ചു തുടങ്ങുന്നത്. ഷെയ്ഖ് ഖുത്ബുദ്ദീൻ എന്ന് പറഞ്ഞാല് ഖുത്ബുദ്ദീൻ മുഖ്തിയാർ കാക്കി റളിയല്ലാഹു അൻഹുവിന്റെ പരമ്പരയിൽ വരുന്ന മൂന്നാമത്തെ നാലാമത്തെ ഒക്കെ പുത്രനാണ്. ചിശ്തി ത്വരീഖത്തിന്റെ ഷെയ്ഖായിരുന്നു. ഖാദിരി ത്വരീഖത്തുണ്ട്. അദ്ദേഹം ഖാദിരി ചിശ്തി ത്വരീഖത്തുകളിൽ മഖ്ദൂമിന് പ്രവേശനം നൽകി. മഖ്ദൂമിന് ഖാദിരി ചിശ്തി ത്വരീഖത്ത്. സൈനുദ്ദീൻ മഖ്ദൂം ഒന്നാമൻ ഖാദിരി ചിശ്തി. പറഞ്ഞില്ല എന്തായിക്കോട്ടെ, ഉണ്ടല്ലേ? അതല്ലേ പറഞ്ഞു നടക്കുന്നുണ്ടോ ഇല്ലേ, അതൊന്നും ഒരു വിഷയമുള്ള കാര്യമില്ല. ഉണ്ടോ ഇല്ലേ? ഇനി നജീബ് വഴിക്ക് അത് ഉണ്ടോ ഇല്ലേ, ഇൻഷാ അല്ലാഹ് വഴിയെ പരിശോധിക്കാം. വരുന്നുണ്ട്. ഉണ്ടോ ഇല്ലേ എന്ന് മൂപ്പരനെയാണല്ലോ പറയേണ്ടത്, നമ്മളല്ലല്ലോ പറയേണ്ടത്. വഴിയെ പരിശോധിക്കാം. അപ്പോ പൊന്നാനിക്കാരുടെ പാരമ്പര്യം ഷെയ്ഖ് സൈനുദ്ദീൻ മഖ്ദൂം ഒന്നാമൻ ഖാദിരി ചിശ്തി റഹ്മത്തുള്ളാഹി അലൈഹി തന്റെ മുരീദിന് നൽകുന്ന ഖിർഖ സ്ഥാനവസ്ത്രം മുരീദ് ലഭിച്ചു. സ്ഥാനവസ്ത്രവും ലഭിച്ചു ഷെയ്ഖിൽ നിന്ന്. മുരീദുമാർക്ക് ആത്മീയ ചികിത്സ നടത്താനും പരിശീലന മുറകൾ പഠിപ്പിക്കാനും ഷെയ്ഖ് ഖുത്ബുദ്ദീൻ തന്റെ ഖലീഫയായി മഖ്ദൂമിനെ നിയമിച്ചു. സൈനുദ്ദീൻ മഖ്ദൂം റഹ്മത്തുള്ളാഹി അലൈഹി ത്വരീഖത്തിൽ പ്രവേശിച്ചു എന്നല്ല, ത്വരീഖത്തിന്റെ ഷെയ്ഖ് കൂടിയായിരുന്നു. എന്തിനാ ഏൽപ്പിച്ചത്? മുരീദുമാരെ തർബിയത്ത് നടത്താന്. എവിടെങ്കിലും ഒഴിഞ്ഞു പോയിങ്ങാണ്ട് ത്വരീഖത്തിന് ഷെയ്ഖിനെ രംഗത്ത് വരുന്ന നിർബന്ധമൊന്നുമില്ല എന്നാ ഫിഖയിൽ പറഞ്ഞിരിക്കണം. മൂപ്പര് ദർസ് ഇങ്ങനെയാണ്, ദർസ് നടത്തല്ല, ദർസ് നടത്തിയിട്ടുണ്ട്. പക്ഷേ മുരീദുമാരെ തർബിയത്ത് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. അതിനു വേണ്ടി ഇരുന്നിട്ടുണ്ട്. അതാ ചരിത്രം പറയണം. മഖ്ദൂമിനെ നിയമിച്ചു. അപ്പോ ഒന്നാം സൈനുദ്ദീൻ മഖ്ദൂമിന്റെ പാരമ്പര്യം ത്വരീഖത്തിന്റെ ശൈഖും ത്വരീഖത്തിലെ മുരീദുമായിരുന്നു പാരമ്പര്യം. ഇനി രണ്ടാം സൈനുദ്ദീൻ മഖ്ദൂം ഫത്ഹുൽ മുഈൻ രചിച്ച ഒന്നാമത്തെ സൈനുദ്ദീൻ മഖ്ദൂം അദ്കിയ തസവ്വുഫിലെ ഗ്രന്ഥമായ അദ്കിയ ഹിദായത്തുൽ അദ്കിയ എന്ന ഗ്രന്ഥം രചിച്ച മഹാനവറുകൾ. പിന്നെ സൈനുദ്ദീൻ മഖ്ദൂം രണ്ടാമൻ റഹ്മത്തുള്ളാഹി അലൈഹി തസവ്വുഫിന്റെ പ്രധാന ശൈഖ്. മൂപ്പരെ പറയാം, ശരീഅത്ത് പഠനാനന്തരം ത്വരീഖത്തിൽ പ്രവേശിച്ച ഷെയ്ഖ് സൈനുദ്ദീൻ മഖ്ദൂം സ്വഗീർ ആത്മീയ ശാസ്ത്രത്തിലും രഹസ്യവിദ്യകൾ അനുഭവിച്ചു. തസവുഫിൽ തന്റെ പ്രധാന ഷെയ്ഖ് അബുൽ ഹസൻ അസ്-സിദ്ദീഖ് അൽ ബക്രി, അബുൽ ഹസൻ അല്ല, അത് ദിൽ തെറ്റിയതാ, മുഹമ്മദ് ബിൻ അബുൽ ഹസൻ അൽ ബക്രി റഹ്മത്തുള്ളാഹി അലൈഹിയാണ് മൂപ്പര ഷെയ്ഖ്. അബുൽ ഹസൻ അൽ ബക്രി ഇബ്ൻ ഹസൻ അൽ ഹൈതമി റഹ്മത്തുള്ളാഹി അലൈഹിന്റെ ഷെയ്ഖാ. ഇതില് അവ മുഹമ്മദ് ബിൻ അബുൽ ഹസൻ അൽ ബക്രി റഹ്മത്തുള്ളാഹി അലൈഹിയിൽ നിന്നാണ് ത്വരീഖത്ത് സ്വീകരിച്ചത്. മഹാനവറുകളെ പരിചയപ്പെടുത്തുമ്പോഴൊക്കെ ഇർഷാദുൽ ഇബാദില് സൈനുദ്ദീൻ മഖ്ദൂം ഖുത്ബുസ്സമാൻ എന്ന പരിചയപ്പെടുത്തുക. ആരെ? തന്റെ ശൈഖിനെ മുഹമ്മദ് ബിൻ അബുൽ ഹസൻ അൽ ബക്രിയെ ഖുത്ബുസ്സമാൻ എന്ന് പറഞ്ഞിട്ട് പരിചയപ്പെടുത്തുക. ഇർഷാദുൽ ഇബാദില് പരിചയപ്പെടുത്തുന്നത്. അപ്പോ ബക്രിയിൽ നിന്നാണ് അദ്ദേഹത്തിന് 11 ഖിർഖ, ഒന്നല്ല 11 ത്വരീഖത്തിലെ ഖിർഖകളാണ് മഹാനവറുകൾക്ക് കൊടുത്തത്. 11 ത്വരീഖത്ത്, 1, 2, 3 എന്നല്ല, വെറും ത്വരീഖത്തിനായിട്ട് നടക്കാന്ന് സൈനുദ്ദീൻ മഖ്ദൂം സ്വഗീർ ഖാദിരിയ ത്വരീഖത്തിന്റെ ശൈഖായി ഉയർന്നു. പാരമ്പര്യം പൊന്നാനിയിലെ പാരമ്പര്യം. മൂപ്പരെ ഖബർ എവിടെയെന്നുള്ള ഉറപ്പില്ല. സൈനുദ്ദീൻ മഖ്ദൂം ഫത്ഹുൽ മുഈൻ ഉണ്ടാക്കിയ സൈനുദ്ദീൻ മഖ്ദൂം